ഹായ് ഗായ്സ്, ഞാൻ ആദ്യമായിട്ടാണ് ചാനലിനകത്ത് വീഡിയോ ഇടുന്നത്. എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് മുട്ട വെച്ചിട്ടൊരു ഈസി റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ്. നമുക്കിനെ നമ്മുടെ കൂട്ടിലെ കോഴിയുടെ മുട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കാം. രാവിലെ മുട്ട എടുക്കാൻ വന്നതാണ്. ഇപ്പം ഡബിൾ ഉണ്ണി മുട്ടയാണ് കിട്ടിയേക്കുന്നത്. അടുത്ത കോഴിയുടെ മുട്ട ഇടാനായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇടുമെന്നറിയത്തില്ല. നമ്മുടെ കോഴിയുടെ 4 കോഴിയുണ്ട്. നല്ലൊരു പൂവിനും 3 പിടക്കോഴിയാണ്. കോഴികളെല്ലാം രാവിലത്തെ ആഹാരമെല്ലാം കഴിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഒരു മുട്ട ഉണ്ടായതായിട്ടാണ് ഞങ്ങളുടെ പൂവന്. എന്നാ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാൻ തോന്നുന്നു. ആദ്യമായിട്ട് ഫോണൊക്കെ കൊണ്ട് അവിടെ ചെയ്യുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു. നോക്കുന്നു എന്നാ ചെയ്യുവാന്ന്. മറ്റൊരു മുട്ടയിടുന്ന കാണാൻ പറ്റുവാണെങ്കിൽ വേറൊരു ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കാം. ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഞാൻ ഫോണൊക്കെ ആയിട്ട് പോയി വീഡിയോ എടുത്ത് കാണിക്കുക ഒരു ദിവസം മുട്ട ഇടുന്നത്. നമുക്ക് ഇതിനുണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ 5 ഇൻഗ്രീഡിയൻസ് മതി റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഇങ്ങനെ ഓഫീസിലോട്ട് പോകാൻ നേരം ഒരു ലഞ്ച് ബോക്സിന് ഒരു കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനിയിപ്പം അതിൻ്റെ വീഡിയോ കാണാം. ഞാൻ മുട്ട എടുക്കാൻ പോയ പുള്ളിയെല്ലാം അരിഞ്ഞു വെച്ചേക്കുമായിരുന്നു. അത് നമ്മുടെ മുട്ട ഒന്ന് ചുമ്മാ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താൽ ഡബിൾ ഉണ്ണി മുട്ടയായിരുന്നു ഇന്ന് കിട്ടിയത്. കണ്ടില്ലേ? നമുക്ക് ആ മുട്ടയിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് കുരുമുളക് പൊടിയാണ് അടുത്തായിട്ട് ഇടാനുള്ളത്. അതിൻ്റെ ഉപ്പ്, പിന്നെ മീറ്റ് മസാലയാണ് ഇടുന്നത്. മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്നാ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ മുട്ട പൊട്ടിച്ചത് ഇതാക്കി വെച്ചേക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ആ ചട്ടിയെന്ന് വിട്ടു പോകുന്ന പരുവത്തെ വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം ഇളക്കണം. എന്നെങ്കിൽ തന്നെ ആ ചൂട്ട് പിടിക്കാതെ വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ, പരുവാകുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് മൂടി വെച്ച് വേണം കേട്ടോ വേവിക്കാനായിട്ട്. കുറച്ച് നേരം ഇളക്കണം, എന്നാലേ അതൊന്ന് ഇതായി കിട്ടുള്ളൂ. വെള്ളമെല്ലാം പറ്റിയൊന്ന് ശരിയായി കിട്ടണം. മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. അത്രയും വെക്കണമെന്ന് പോലുമില്ല. അത്രയും വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് ഇളക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത്രയും പരിപാടിയുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.